ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 36 മുതലുള്ള വാക്യങ്ങൾ. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, എന്തൊരു വചനമാണിത്! ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടി അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നുവല്ലോ. അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു. പരിശുദ്ധ തൃത്വ ദൈവത്തിന് സ്തുതി. നസ്രായൻ്റെ ശക്തിയെ തിരിച്ചറിയുന്ന ഒരു ജനം, അവൻ്റെ വാക്കുകളിലെ അധികാരത്തെ വിലമതിക്കുന്ന, അവനിൽ വിശ്വസിച്ച് അവൻ്റെ പ്രവൃത്തികളിൽ അത്ഭുതപ്പെട്ട് അവനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്ന ജനം, അവൻ്റെ മഹത്വം, അവൻ്റെ കീർത്തി നാനാ ദേശങ്ങളിലും വ്യാപിപ്പിക്കുന്ന അവൻ്റെ വിശ്വസ്ത അനുയായികളായി തീർന്ന സാധാരണ ജനം. ആ ജനത്തിനിടയിൽ നമുക്കും ഒരു സ്ഥാനം ഉണ്ടെങ്കിൽ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, അല്ലേ? അവൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ് അവൻ്റെ മഹത്വവും പ്രഭയും കാണാതെ തന്നെ അവനിൽ വിശ്വസിച്ച് അവൻ നമ്മുടെ ജീവിതത്തിലും നമുക്കൊരു അനുഭവമായി തീർന്ന് അവനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ സാധിക്കുന്ന, നമ്മുടെ ജീവിതം കൊണ്ട് അവനെ അനുകരിക്കുവാൻ സാധിക്കുന്ന, നമ്മിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവർ അനുഭവിക്കുന്ന ഒരു അനുഭവമാക്കി തീർക്കുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായി തീരുവാൻ നമുക്ക് ആഗ്രഹിക്കാം. നമുക്കവനോട് അതിനായി പ്രാർത്ഥിക്കാം. കഫർനഹൂമിലെ ആ സിനഗോഗിൽ വെച്ച് യേശു ഒരു മനുഷ്യനിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുന്നത് കണ്ടവരാണ് ഇവിടെ പ്രതികരിക്കുന്നത്. യേശുവിൻ്റെ കൽപ്പന, അവൻ്റെ വാക്കാലുള്ള ശാസന ഭൂതത്തെ നിമിഷാർദ്ധം കൊണ്ട് സ്വാധീനിക്കുന്നത് കാണുന്ന ജനം. നീ ആരാണ് എന്ന് എനിക്കറിയാം എന്ന് സ്വയം വെളിപ്പെടുത്തി നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ആ മനുഷ്യൻ വീഴുന്നതിന് മുമ്പ്, അവനിൽ നിന്നും ഭൂതം പുറത്തു കടക്കുന്നതിന് മുമ്പ് ആ ഭൂതം പറയുന്നത് കേൾക്കുന്ന ജനം, ആ ദൈവത്തിൽ നിന്നുള്ള പരിശുദ്ധനിൽ അത്ഭുതപ്പെടുന്ന ജനം. നമ്മുടെ ഭാഗ്യം ഈ അത്ഭുതങ്ങൾ ഒന്നും തന്നെ കാണാതെ നാം അവനിൽ വിശ്വസിക്കുന്നു എന്നതിലാണ്. അവനിലുള്ള ആ തെളിമയാർന്ന വിശ്വാസം, നമ്മുടെ ഭക്തി നമ്മുടെ ജീവിതത്തിൽ അനാവശ്യ ഭൂതങ്ങളുടെ സ്വാധീനം ഇല്ലാതാക്കുവാൻ, പല രൂപത്തിലും ഭാവത്തിലും നമ്മെ നശിപ്പിക്കാൻ വലവിരിക്കുന്ന സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ പരാജയപ്പെടുത്തുവാൻ യേശുവിൻ്റെ കുരിശ്, സ്ലീബ നമുക്ക് ഒരു കോട്ടയായി തീരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കുരിശുള്ളിടത്ത് സാത്താൻ അടുക്കുവാൻ സാധിക്കുകയില്ല എന്ന് നാം അറിയുന്നു. വിശ്വാസത്തോടെ കുരിശ് വരയ്ക്കുവാനും കുരിശ് ധരിക്കുവാനും അവൻ്റെ കുരിശെടുക്കുവാനും, അങ്ങനെ സാത്താന് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വാധീനത്തിനും ഇട നൽകുവാതെ ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അവൻ്റെ ആ സ്ലീബായിൽ ശരണം വെച്ച് ആ സ്ലീബായുടെ കീഴിൽ വരുവാനുള്ള ഈ നൊയമ്പിൻ്റെ നല്ല കാലങ്ങളിൽ ആ കുരിശിനെ കുമ്പിട്ട് ആരാധിക്കുവാനും, ആ കുരിശിൽ മരിച്ചവൻ്റെ പഞ്ചമുറിവുകളെ നമ്മുടെ ഓരോ കുമ്പിടിയിലും ഉമ്മ വയ്ക്കുവാനും, അങ്ങനെ ഒരു ശക്തിക്കും നമ്മെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കാത്ത സാത്താൻ്റെ എല്ലാ അടിമച്ചങ്ങലകളെയും കുരിശിനാൽ തകർത്തെറിയുവാൻ സാധിക്കുന്ന, അവൻ്റെ മഹത്വവും പ്രഭയും കാണാതെ തന്നെ അവൻ്റെ അദൃശ്യമായ സാന്നിധ്യം ഉൾക്കൊണ്ട് അവനെ ഒരു അനുഭവമാക്കി തീർക്കുന്ന, അവൻ്റെ കീർത്തി നമ്മുടെ ചുറ്റുപാടുകളിൽ വ്യാപിപ്പിക്കുന്ന ഒരു വ്യക്തിയായി ദൈവമേ നീ ഞങ്ങളെ മാറ്റണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.